റെസിസ്റ്റൻസ് ഓവൻസ് ആൻഡ് ഫർണസസ്. ഓവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹീറ്റിംഗ് ചേംബറാണ്, അഥവാ ഹീറ്റ് ചെയ്യാനുള്ള, ചൂടാക്കാനുള്ള ഒരു ചേംബറാണ്. ഒരു അടഞ്ഞ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്, ഒരു പാത്രമാണ്. അതിൽ വലിയ ടെമ്പറേച്ചറിലല്ല ഇത് ചെയ്യുന്നത്, കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് ചില വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം ഫേർണസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഹീറ്റിംഗ് ചേംബറാണ്, പക്ഷെ ലോ ടെമ്പറേച്ചർ അല്ല ഇത്തവണ, ഗ്രേറ്റർ ടെമ്പറേച്ചറാണ്. 300 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറുള്ള, താപനിലയുള്ള, ഊഷ്മാവുള്ള ഹീറ്റിംഗ് ചേംബറുകളാണ് ഫർണസസ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത് കൺട്രോൾ ഓഫ് റെസിസ്റ്റൻസ് ഓവൻ അല്ലെങ്കിൽ ഫർണസ്. റെസിസ്റ്റൻസ് ഓവന്റെയോ ഫർണസിന്റെയോ കൺട്രോളിങ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് പവർ കൺട്രോൾ ചെയ്യാനായിട്ട് I²R അല്ലെങ്കിൽ V²/R ലോസസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ഓഫ് റെസിസ്റ്റൻസ് ഓവൻ ഓർ ഫർണസ്, അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്, ഏതല്ല, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്ന കൺട്രോൾ മെത്തേഡിൽ പെടാത്തത് ഏതാണ്, പെടുന്നത് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയന്റ് സ്വിച്ചിങ് ആണ്. എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വിട്ടേക്കുക, അതിലേക്കൊന്നും ഇപ്പൊ കിടക്കേണ്ട ആവശ്യമില്ല. ഇന്റർമീഡിയന്റ് സ്വിച്ചിങ്, ഇടവിട്ടുള്ള സ്വിച്ചിങ് ആണ്. രണ്ടാമത്തേത് ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് ഹീറ്റിംഗ് എലമെന്റ്സ്. ഹീറ്റിംഗ് എലമെന്റ് ഒന്നാകുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ 2 വരുമ്പോൾ ഉണ്ടാകും, 2 ഉള്ളതിനേക്കാൾ കൂടുതൽ 3 വരുമ്പോൾ ഉണ്ടാകും, ഇതറിയാലോ. മൂന്നാമത്തേത് അപ്പൊ ഹീറ്റ് മാറ്റാൻ പറ്റും അല്ലെ, ഹീറ്റിംഗ് എഫക്റ്റ് മാറ്റാൻ പറ്റും. അതുപോലെ I²R ലോസ്, I²R ഇതാണ് നമ്മുടെ തിയറി എന്ന് പറയുന്നത്, അതാണ് I²R അല്ലെങ്കിൽ V²/R ലോസസ് മാറ്റുന്നതിനനുസരിച്ച് ഹീറ്റിംഗ് എഫക്റ്റ് മാറുന്നുണ്ട്. ഇന്റർമീഡിയന്റ് സ്വിച്ചിങ് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഓൺ ആക്കുക, പിന്നീട് അത് ഓഫ് ആക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണാക്കി ഓഫാക്കിയൊക്കെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹീറ്റിംഗ് എലമെന്റ്സിന്റെ എണ്ണം മാറ്റിക്കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സർക്യൂട്ട് കോൺഫിഗറേഷൻ വളരെ ബ്രീഫായിട്ട് പറയുന്നുള്ളൂ കേട്ടോ, കൂടുതൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ പറയണ്ട. അപ്പോൾ 3 ഫേസ് ആണെങ്കിൽ സ്റ്റാറും ഡെൽറ്റയും ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർ ആവുന്ന സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ഹീറ്റ് കിട്ടുന്നത് ഡെൽറ്റ ആകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്, ഡെൽറ്റയ്ക്ക് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുന്നുണ്ട് ഡെൽറ്റയിൽ കണക്ട് ചെയ്യുമ്പോൾ, സ്റ്റാർ ആകുമ്പോൾ അത്രയും കിട്ടുന്നില്ല. അതുപോലെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടുമുള്ള സിംഗിൾ ഫേസോ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ആണെങ്കിൽ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുക. അപ്പൊ അതാണ് സർക്യൂട്ട് കോൺഫിഗറേഷനിലുള്ള ചേഞ്ച് കൊണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് മാറ്റും എന്ന് പറയും. പിന്നീട് അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് വരുത്തിക്കൊണ്ട് വോൾട്ടേജിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലുള്ള 3 മെത്തേഡുകളാണ് ബക്കിംഗ് ഓർ ബൂസ്റ്റിംഗ് സെക്കൻഡറി വോൾട്ടേജ്. ഇപ്പൊ സെക്കൻഡറി, ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയെ നമുക്ക് 2 കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിനെ സീരീസ് എയ്ഡിങ് ഓപ്പോസിങ് എന്നൊക്കെ പറഞ്ഞ പോലെ എയ്ഡിങ് ഓപ്പോസിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ബക്ക് ചെയ്യാനും അഥവാ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സാധിക്കും. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മാറ്റാനുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ കൺട്രോൾ ആണ്. മൂന്നാമത്തേത് സീരീസ് റിയാക്ടർ വോൾട്ടേജ്. അപ്പൊ ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പേരുകളും കാര്യങ്ങളും ചോദിക്കുകയുള്ളൂ. ചേഞ്ച് ഇൻ അപ്ലൈഡ് വോൾട്ടേജസ്, അങ്ങനെയുള്ള കൺട്രോൾ മെത്തേഡിൽ പെടാത്തത് ഏതാ, പെടുന്നത് ഏതാ, അത് 3 നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മൊത്തത്തിൽ ഇതിന്റെ കൺട്രോളിംഗ് മെത്തേഡിൽ പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ഹീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിട്ടുപോയ 2 കാര്യങ്ങൾ. നമ്മൾ ഡൈലക്ട്രിക് ഹീറ്റിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ മെറ്റാലിക് ആയിട്ടുള്ള ലോഹങ്ങളല്ലാത്ത വസ്തുക്കളെ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ലോഹങ്ങളല്ലാത്ത മരം, വുഡിൻ്റെ ഗ്ലോയിങ്, ക്യൂറിങ്, ഡ്രൈയിങ് പോലുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡൈലക്ട്രിക് ഹീറ്റിംഗ് യൂസ് ചെയ്യാം. അത് ഹീറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അതുപോലെ പ്ലാസ്റ്റിക് സ്യൂയിങ്, പ്രീ ഹീറ്റിംഗ് പ്ലാസ്റ്റിക്, ഡ്രൈയിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് റബ്ബർ, റയോൺ, നൈലോൺ, പിന്നെ കെമിക്കൽസിന്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഇടയ്ക്ക് പ്രോസസ്സിങ് നടത്തണമെങ്കിൽ ഇതെല്ലാം നോൺ മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അവയ്ക്ക് അവയുടെ പ്രോസസ്സിങ്ങും അവയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്.
ആ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കണം ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് ഒരു എഡി കറന്റ് ഹീറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്രീക്വൻസി ഉള്ള AC നമ്മൾ പിന്നെ ഉള്ളൊരു കറണ്ട് ക്യാരിങ് കോയിൽ, ഹൈ ഫ്രീക്വൻസിയിൽ AC ഒരു കറണ്ട് ക്യാരിങ് കോയിലിൽ എന്ത് ചെയ്യാം, നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ സാധനത്തിനെ വെക്കാനായിട്ട്. അപ്പോൾ ഒരു കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി AC കടത്തി വിടുക, അങ്ങനെയുള്ള ഒരു കറണ്ട് ക്യാരിങ് കോയിലിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ എന്താണ് ചൂടാക്കേണ്ടത് അത് വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ലോസ് ഉണ്ടാവും, എഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും. അത് രണ്ടും കൂടെ ചേർന്നാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, മെജോറിറ്റി വരുന്നത് ഏതാണ്, എഡി കറണ്ട് ലോസ് ആണ്, ഇതാണ് കൂടുതലുള്ളത്. ഓക്കെ. പിന്നെ എഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു B സ്ക്വയർ F സ്ക്വയർ. B സ്ക്വയർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ സ്ക്വയർ ആണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഫ്രീക്വൻസിയൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് എഡി കറണ്ട് ലോസിനെ കൺട്രോൾ ചെയ്യാം, ഹീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. എഡി കറണ്ട് ലോസ് കാരണമാണ് ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റൽസിൻ്റെ ഒക്കെ സർഫസ് ഹാർഡൻ ചെയ്യാനായിട്ട്, അതുപോലെ അനീലിംഗ് എന്നൊക്കെ പറഞ്ഞ ഈ പ്രോസസ്സുകൾ, അനീലിംഗ് ടെമ്പറിംഗ് പോലത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നടത്താനായിട്ട് ബ്രേസിങ്, സോൾഡറിങ്, ഇതിനൊക്കെ നമുക്ക് എഡി കറണ്ട് ഹീറ്റിംഗ് യൂസ് ചെയ്യാം സോൾഡറിങ് പർപ്പസിന്. പിന്നെ ഇൻഡക്ഷൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വായിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെൽഡിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റിങ്ങിനെ പോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ബ്രീഫായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇനി വെൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇലക്ട്രിക് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. റെസിസ്റ്റൻസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് എന്നിങ്ങനെ രണ്ട് ടൈപ്പ് വെൽഡിംഗ് ആണ് നമുക്കുള്ളത്. റെസിസ്റ്റൻസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്. അഗെയിൻ ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം. സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്. ബട്ട് വെൽഡിങ്ങിന് വീണ്ടും മൂന്നായിട്ട് അപ്സെറ്റ് ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, പെർക്കഷൻ വെൽഡിംഗ്. അതുപോലെ ആർക്ക് വെൽഡിങ്ങിന് നമുക്ക് കാർബൺ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, ഹീലിയം ഓർ ആർഗൺ വെൽഡിംഗ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് വെൽഡിംഗ് എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുമില്ല, രണ്ട് മെറ്റാലിക് പീസുകൾ നമ്മുടെ കയ്യിലുണ്ട്, രണ്ട് മെറ്റൽ പീസുകൾ, രണ്ട് ലോഹ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് രണ്ടും നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരുമിച്ച് ചേർക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയാം. ഓക്കെ. രണ്ട് മെറ്റൽ പീസുകൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റാലിക് പീസസ് പെർമനന്റ്ലി ഓർ ഇൻ എ പെർമനന്റ് മാനർ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് വെൽഡിംഗ് എന്ന് പറയാം. ഇനി ഇലക്ട്രിക് വെൽഡിംഗ് നടത്തണമെങ്കിൽ നമ്മൾ അതിലൊരു ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, ചൂടാക്കുന്നു, എന്നിട്ട് ഉരുക്കിയിട്ട് നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് അതിനെ അമർത്തി വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൂടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തും. ഒരു പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പ്രഷറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും. ചിലപ്പോൾ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും വലിയ ചൂടാണ്, അതിൽ ഉരുകി താനങ്ങോട്ട് ഒട്ടിക്കോളും. അപ്പോൾ ഹീറ്റും പ്രഷറും, അല്ലെങ്കിൽ ഹീറ്റ് മാത്രം അല്ലെങ്കിൽ പ്രഷർ മാത്രം, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ജോയിന്റിലേക്ക് ഏത് രണ്ട് മെറ്റൽ പീസുകൾ നമുക്ക് ഒരുമിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെറ്റൽ പീസുകളുടെ ജോയിന്റിലേക്ക് ഒന്നുകിൽ ഹീറ്റിനെ മാത്രം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ മാത്രം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റിനെയും പ്രഷറിനെയും ഒരുമിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. വെൽഡിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അവയെ ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ ഈ ഒരുമിച്ച് ചേർക്കൽ പ്രോസസ്സിങ്ങിന് അഥവാ വെൽഡിങ്ങിന് ഹീറ്റിംഗ് ഓർ പ്രഷർ, അല്ലെങ്കിൽ പറയാം ഹീറ്റിംഗ് ആൻഡ് പ്രഷർ, ഹീറ്റിങ്ങോ അല്ലെങ്കിൽ പ്രഷറോ ഏതെങ്കിലും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹീറ്റിങ്ങും പ്രഷറും വെച്ചുകൊണ്ട്. ഇനി ഇതിലുള്ള ചില ടേമുകളാണ്. ഫ്ലെക്സ് എന്നുള്ള ഒരു ടേം പലപ്പോഴും നമുക്ക് ഇതൊക്കെ വായിക്കുന്ന സമയത്ത് കാണാറുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും പോകുന്നില്ല. എങ്കിൽ കൂടി ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ക്ലീനിങ് ഏജന്റ് ആണെന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ സാധാരണ ഹീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ചൂടാക്കുമ്പോൾ ഓക്സിജൻ കത്തിക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ആലോചിച്ചാൽ മതി. നമ്മൾ ചൂടാക്കുമ്പോൾ ഓക്സൈഡുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഓക്സൈഡിന്റെ ഫോർമേഷൻ തന്നെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്തുക്കളാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സ് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് മാത്രമല്ല ബാക്കി ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള കണ്ടാമിനൻസ് വേറെ ഉണ്ടാകും. അപ്പൊ അതിൻ്റെയൊക്കെ
കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫ്ലെക്സിന്റെ പർപ്പസ്. ഓക്കെ, ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെയും അതിനെ റിമൂവ് ചെയ്യുന്നതും ഫ്ലെക്സിന്റെ പണിയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഇലക്ട്രിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ റെസിസ്റ്റൻസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് എന്നിങ്ങനെയാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അപ്പൊ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്താണെന്നുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് സ്പോട്ട് വെൽഡിംഗ് ആണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ റെസിസ്റ്റൻസ് ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ, ഇപ്പൊ രണ്ട് മെറ്റൽ പീസുകൾ നമുക്ക് ഒരുമിച്ച് ചേർക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് രണ്ട് മെറ്റൽ പീസുകളാണെന്ന് കരുതുക. ഓക്കെ, ഇത് രണ്ട് മെറ്റൽ പീസുകളാണ്. ഈ രണ്ട് മെറ്റൽ പീസുകൾ നമുക്ക് ഒരുമിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ജോയിന്റുകൾ. ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്ന ഈ സ്ഥലമാണ്. അപ്പൊ ആ ജോയിന്റിൽ നമുക്ക് ഹീറ്റ് അപ്ലൈ ചെയ്യണം, പ്രഷർ അപ്ലൈ ചെയ്യണം, ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? ഓക്കെ, അപ്പോ അത് ഒരുമിച്ച് ചേർക്കണം, ഈ രീതിയിൽ വെൽഡിംഗ് നടത്തണം. ഇതാണ് നമ്മുടെ പരിപാടി. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർക്കുന്ന സ്ഥലത്ത്, കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് ഒരു കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ കോണ്ടാക്ട് റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹീറ്റ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എന്താ? I²RT അക്കോർഡിംഗ് ടു ജൂൾസ് ലോ. ശരിയല്ലേ? ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I²RT ആണ്. അപ്പൊ ഇത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലത്ത് ജോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പൊ ആ റെസിസ്റ്റൻസിലേക്ക് ഒരു കറണ്ട് കൊടുത്താൽ, ഒരു ടി എന്ന് പറയുന്ന സമയത്തേക്ക് കറണ്ട് കൊടുത്താൽ അവിടെ I²RT 3 പാരാമീറ്റേഴ്സും വന്നു. അപ്പൊ അവിടെ എന്തുണ്ടാകും? ഹീറ്റ് ഉണ്ടാകും. ഇതാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറണ്ട് കൊടുത്തിട്ട് അവിടെ I²RT വെച്ചിട്ട് അവിടെ ഒരു ഹീറ്റ് എനർജി ഉണ്ടാക്കുന്ന സംഭവം. അപ്പൊ അതിൽ നമുക്ക് വീണ്ടും ഫർദർ 4 ഡിവൈഡ് ചെയ്യാം. സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതായിരുന്നു? സ്പോട്ട് വെൽഡിംഗ് ആണ്. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇലക്ട്രോഡായിട്ട് ഇപ്പോൾ സ്പോട്ട് വെൽഡിങ്ങിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ സ്പോട്ട് വെൽഡിങ്ങിന്റെ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഇലക്ട്രോഡുകളുണ്ട്. ആ 2 ഇലക്ട്രോഡുകൾക്കിടയിലാണ് നമ്മൾ ആ മെറ്റലുകൾ കൂടിച്ചേരുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടുന്ന 2 മെറ്റലുകളെ വെച്ചിട്ടുള്ളത്. 2 മെറ്റലുകൾ ജോയിന്റ് ചെയ്യുക, അതാണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ. 2 മെറ്റലുകൾ ജോയിന്റ് ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വെൽഡിംഗ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ കൂടിച്ചേർത്തേണ്ട, ജോയിന്റ് ചെയ്യേണ്ടുന്ന 2 മെറ്റലുകളെ നമ്മൾ ഇവിടെ വെക്കുന്നത് 2 ഇലക്ട്രോഡുകൾക്ക് ഇടയിലാണ്. ഓക്കെ, 2 ഇലക്ട്രോഡുകൾക്ക് ഇടയിലാണ്. ആ ഇലക്ട്രോഡ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കോപ്പറോ അല്ലെങ്കിൽ കോപ്പർ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ലോഹസങ്കരം, അലോയിയോ ആണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക സ്പോട്ട് വെൽഡിങ്ങിനെ സംബന്ധിച്ച്. ഓക്കെ, അതുപോലെ സ്പോട്ട് വെൽഡിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് സ്പോട്ട് വെൽഡിങ്ങിൽ? ഈ സ്പോട്ട് വെൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ കൊടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1000 മുതൽ 10,000 വരെ. 1000 എന്ന് പറഞ്ഞാൽ 1K മുതൽ, സൗകര്യാർത്ഥം അങ്ങനെ എഴുതാം, 10K വരെയുള്ള ആംബിയർ കറണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പോട്ട് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കറണ്ടോ അത്തരത്തിലുള്ള വാല്യൂസോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സാധാരണ ഒരു 2 വോൾട്ടിന് താഴേക്ക് ആയിരിക്കും. അപ്പൊ സ്പോട്ട് നമ്മൾ എന്തിനാ ഇപ്പൊ വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ 2 ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇലക്ട്രോഡുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ ഇലക്ട്രോഡുകൾക്കിടയിലാണ് നമ്മൾക്ക് കൂട്ടിച്ചേർക്കേണ്ടുന്ന മെറ്റലുകൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഇലക്ട്രോഡിൽ കൂടി കറണ്ട് പ്രവഹിക്കും. ആ കറണ്ട് നമ്മുടെ ഈ മെറ്റലുകളിൽ കൂടി പ്രവഹിക്കും. ആ ജോയിന്റിൽ കറണ്ട് വരും, അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടുന്ന കറണ്ടിന്റെ അളവ് എത്രയാണ്? 1000 ആംബിയർ മുതൽ 10,000 ആംബിയർ വരെ. അപ്പൊ എന്താ ഒരു റേഞ്ച് പറഞ്ഞത്? അത് ഇതിന്റെ തിക്നെസ്സും അതിന്റെ വലുപ്പവും സൈസും മെറ്റീരിയൽ ഏതാണ്, ഏത് മെറ്റീരിയലാണ് കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര കറണ്ട് വേണം. ഒരു 1000 മുതൽ 10,000 ആംബിയർ വരെ. അതുപോലെ വോൾട്ടേജ് പറയുകയാണെങ്കിൽ 2 വോൾട്ട് വരെയൊക്കെ, പരമാവധി 2 വോൾട്ട് വരെയൊക്കെ അത് കൊടുക്കുകയുള്ളൂ. ഈ ഒരു പോയിന്റ് അതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കാം.
ഓക്കെ, അപ്പൊ ഇതാണ് സ്പോട്ട് വെൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അത്തരത്തിൽ ഓർക്കേണ്ടുന്ന കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ I²RT ആണ്. അപ്പൊ പ്രൊപ്പോർഷണൽ ടു നമുക്ക് പറയാം I²*T എന്ന് പറയാം, ശരിയല്ലേ? ടൈം I എന്ന് പറഞ്ഞാൽ അതിൽ കൂടിയുള്ള കറണ്ടിന്റെ അളവാണ്. ഇപ്പോ നമുക്ക് ടൈം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം ഹീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറണ്ട് കൂട്ടണം. ഇനിയിപ്പോ ടൈം കൂടിയിട്ടുണ്ടെങ്കിൽ സെയിം ഹീറ്റ് കിട്ടണമെങ്കിൽ കറണ്ട് കുറയ്ക്കാം, ശരിയല്ലേ? അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ഹീറ്റിംഗ് ഇവിടെ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, കുറഞ്ഞ സമയത്ത് കൂടുതൽ കറണ്ട് കടത്തിവിട്ടിട്ട്, അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്ത് കുറച്ച് കറണ്ട് കടത്തിവിട്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഹൈ കറണ്ട് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓർ ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, അല്ലെങ്കിലോ ലോ കറണ്ട് ഫോർ എ ലോങ് ഡ്യൂറേഷൻ, ഒരുപാട് സമയത്തേക്ക് നമുക്ക് കുറഞ്ഞ കറണ്ട് വെച്ചിട്ടും ഹീറ്റിംഗ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് നമ്മളവിടെ ഈ സ്പോട്ട് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. വെൽഡിങ്ങിന് എടുക്കുന്ന സമയമാണ് അവിടെ T എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എവിടെയൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഇപ്പൊ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് നടത്താനായിട്ട് സ്പോട്ട് വെൽഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ പാർട്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ പാർട്സ് ചിലപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് എന്ന് പറയുന്നത് സ്പോട്ട് വെൽഡിംഗ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും അതൊക്കെയാണ് അതിന്റെ സ്പോട്ട് വെൽഡിങ്ങിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീം വെൽഡിംഗ് ആണ്. അപ്പൊ എന്താണ് സീം വെൽഡിംഗ് എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്. അവിടെ മനസ്സിലാക്കുക, സീരീസ് ഓഫ് കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ് ആണ്. സ്പോട്ട് വെൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക. അതിന്റെ ഫിഗർ നോക്കുക, സീം വെൽഡിങ്ങിന്റെ ഫിഗർ നോക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ സ്പോട്ട് വെൽഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതിനെയാണ്, സീരീസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ട് വെൽഡിംഗ് നടത്തുന്നതാണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ സീം വെൽഡിങ്ങിന്റെ അപ്പാരറ്റസിൽ നമ്മൾ വരുത്തണം. ഓക്കെ, സീരീസ് ഓഫ് കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ്. ഇനി അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിന്റെ ടൈപ്പ് നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് വീൽ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ റോളർ ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോകുന്ന നമ്മൾ രണ്ട് മെറ്റലുകൾ ചേർക്കേണ്ടുന്ന മെറ്റലുകൾക്ക് മേലെ ഉരുണ്ട് ഇങ്ങനെ പോവുക, അങ്ങനെയുള്ള റോളർ ടൈപ്പ് ഇലക്ട്രോഡാണ്, അല്ലെങ്കിൽ വീൽ ടൈപ്പ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ട് വെൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് കൂടുതലായിട്ട് ബേണിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹീറ്റ് കൂടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ട് വെൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ബേണിംഗ് വരെ ഉണ്ടാകാനുള്ള, കത്തിപ്പോവാനുള്ളൊക്കെ പൊള്ളൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാവാനുള്ള, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനിടയ്ക്ക് ഇന്ററപ്റ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള ആ ഇന്ററപ്റ്റർ എന്നുള്ള വേർഡ് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ററപ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇന്ററപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയത്തേക്ക് പിന്നെ ഓൺ ആക്കിയിടുക, കുറച്ച് സമയത്തേക്ക് വെൽഡിങ് നടത്തുക, പിന്നെ അത് ഓഫ് ആക്കിയിടുക. അപ്പൊ എന്താ, ഒരു കൺട്രോളിങ് കിട്ടും. കാരണം അത് കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ് ആണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൺട്രോളിങ് കിട്ടാൻ, ഇന്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓൺ ആക്കും. അതൊരു സഫീഷ്യന്റ് പീരീഡ് നേരത്തേക്ക് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഓൺ ആക്കി വെക്കുകയുള്ളൂ. ഇനി നമുക്കിതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ലീക്ക് പ്രൂഫ് ജോയിന്റുകൾ, അതുപോലെ തന്നെ പ്രഷർ ടാങ്കുകളുടെ വെൽഡിങ്, പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ, കണ്ടൻസർ, ഇവാപ്പറേറ്റേഴ്സ്, നമ്മുടെ എയർക്രാഫ്റ്റുകൾ ഉണ്ട്, വിമാനങ്ങൾ, അതുപോലെയുള്ള എയർക്രാഫ്റ്റുകൾ, അതിന്റെ ടാങ്ക്, പിന്നെ റെഫ്രിജറേറ്റേഴ്സ്, വാർണിഷ് കണ്ടെയ്നേഴ്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് സീം വെൽഡിങ്ങിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഫിഗർ, ഈ റെസിസ്റ്റൻസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് ഇവിടെ ചോദിക്കാനൊന്നുമില്ല, ചില കാര്യങ്ങൾ എന്തെങ്കിലും പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഇത് പറഞ്ഞു നേരിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ളതല്ല. പക്ഷേ നമ്മൾ എന്താണെന്ന് വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഫിഗർ നോട്ട് ചെയ്യുക. എന്തെങ്കിലും വോൾട്ടേജോ കറണ്ടോ റേറ്റിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും പേരുകളോ പ്രിൻസിപ്പിളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നോക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇനി പ്രൊജക്ഷൻ വെൽഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് വെൽഡിങ്ങിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ന് പറയുന്നു. പ്രൊജക്ഷൻ ടൈപ്പിൽ നമ്മൾ ഇത് സ്പോട്ട് വെൽഡിങ്ങിനെ പോലെ തന്നെയാണ്, സ്പോട്ട് വെൽഡിങ്ങിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്.
അപ്പൊ അതില് നമ്മൾ എവിടെയാണോ നമുക്ക് വെൽഡ് ചെയ്യേണ്ടുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ കറണ്ടും അതുപോലെ തന്നെ പ്രഷറും കൊടുക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ. ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന പീസുകൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെൽഡ് ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരു ഹൈ മെക്കാനിക്കൽ പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊജക്ഷൻ വെൽഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അതുപോലെ നമ്മുടെ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റുകളാണ്. ഇലക്ട്രോഡ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ രണ്ടാമത് സീം വെൽഡിങ്ങിൽ പറഞ്ഞതുപോലെ റോളർ ടൈപ്പ് ഒന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള, അതിന് പ്ലാറ്റൻസ് എന്നാ പറയാം, ഫ്ലാറ്റ് മെറ്റൽ പ്ലേറ്റ്. ഓക്കെ, ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ കേസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് റെഫ്രിജറേറ്റർ, കണ്ടൻസർ, ഇതിന്റെയൊക്കെ വെൽഡിങ്. അത് ഇവിടെയും പ്രൊജക്ഷൻ വെൽഡിങ്ങിലും റെഫ്രിജറേറ്ററിന്റെയും അതുപോലെ തന്നെ കണ്ടൻസറിന്റെ ഒക്കെ വെൽഡിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്പോട്ട് വെൽഡിങ്ങിനെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ പ്ലാറ്റൻസ് എന്ന് പറയുന്ന ഫ്ലാറ്റ് മെറ്റൽ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പോയിന്റ്. അതുപോലെ മറ്റൊരു പോയിന്റ് എന്താണ്, നമ്മുടെ സാധാരണ പോലെ തന്നെ കറണ്ടും പ്രഷറും തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹൈ മെക്കാനിക്കൽ പ്രഷർ നമ്മൾ ഈ വെൽഡ് ഫോം ചെയ്തതിന് ശേഷം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ഒരു വ്യത്യാസം. പിന്നെ അടുത്തത് നമ്മളെ ബട്ട് വെൽഡിംഗ് ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സ്പോട്ട് വെൽഡിങ്ങിനെ പറ്റി പറഞ്ഞു, സീം വെൽഡിങ്ങിനെ പറ്റി പറഞ്ഞു, പ്രൊജക്ഷൻ വെൽഡിങ്ങിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ളത് ബട്ട് വെൽഡിംഗ് ആണ്. ബട്ട് വെൽഡിംഗ് ആണ് 2-3 ടൈപ്പ് ഒക്കെ ആയിട്ട് പറയുന്നത്. ബട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ നേരത്തെ കാണിച്ചത് ഇങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ, എൻഡ് ടു എൻഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നേരത്തേക്ക് ശരിക്കും നമ്മൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്ന് എന്നുള്ള നിലക്കാണ് 2 മെറ്റൽ പീസുകൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഞാൻ ഒന്നുകൂടെ പറയാണ്, സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്പോട്ടിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഈ സ്പോട്ടിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ കറക്റ്റ് ഇവിടെ ഒരു ഇലക്ട്രോഡ്, താഴെ ഇലക്ട്രോഡ്, എന്നിട്ട് ഇവിടെ വെൽഡിങ് ചെയ്യും ഈ പോയിന്റിൽ. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോട്ടിൽ മാത്രമായിട്ട് വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് സീം വെൽഡിംഗ് ആണ്. സീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ റോളർ ഇലക്ട്രോഡുകളെ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയും നിൽക്കുന്ന ഒരു ഇലക്ട്രോഡ് അല്ല, ഇവിടെയും മാത്രമായിട്ട് നിൽക്കുന്ന ഇലക്ട്രോഡ് അല്ല, റോളറാണ്. എന്ന് പറഞ്ഞാൽ ആ റോളർ ഇലക്ട്രോഡ് ഇതിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് പോകും. അതുപോലെ താഴത്തെ ഇലക്ട്രോഡ് ഇതിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് പോകും. അപ്പൊ 2 ഇലക്ട്രോഡുകൾ ഇതിലെ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ലൈനായിട്ടാണ് നമുക്ക് ഒരുപാട് കണ്ടിന്യൂസ് സ്പോട്ടുകൾ കിട്ടും. ഒരുപാട് സ്പോട്ട് ഇങ്ങനെ ലൈനായിട്ട് മൊത്തത്തിൽ സ്പോട്ടായിട്ട് കിട്ടും. ഇത് മൊത്തം വെൽഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞ സ്പോട്ടിൽ മാത്രമാണെങ്കിൽ സീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്പോട്ടാണ്, മൊത്തം ഇങ്ങനെ ലൈനായിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് കിട്ടും. കാരണം ഇവിടെ സ്പോട്ടുകളിൽ മാത്രമല്ല മൊത്തത്തിൽ ഇങ്ങനെ റോൾ ചെയ്ത് പോയിരിക്കും. അതാണ് സീം വെൽഡിംഗ്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നെ നമ്മൾ ഈ സംഭവത്തിന് എങ്ങനെയാ 2 ഫ്ലാറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രൊജക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അഡീഷണൽ ആയിട്ട് അവിടെ മെക്കാനിക്കൽ ഒരു പ്രഷർ അവിടെ അഡീഷണൽ ആയിട്ട് വെൽഡ് ഫോം ചെയ്തതിന് ശേഷവും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ബട്ട് വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു. ബട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ആദ്യം കാണിച്ചിരിക്കുന്നത് ബട്ട് വെൽഡിങ്ങിന്റെയാണ് എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത്. സാധാരണ ബാക്കിയുള്ളൊക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ്. ഇത് ബട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. ഇങ്ങനെ നമുക്ക് വെൽഡ് ചെയ്യാം. ഇതുവരെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് വെൽഡ് ചെയ്തിരുന്നത്. ഇപ്പൊ 2 പ്ലേറ്റുകൾ, 2 നോട്ട്ബുക്കിൽ അട്ടിക്ക് വെച്ചിട്ട് ആ 2 നോട്ട്ബുക്കുകൾ ജോയിൻ ചെയ്യുക, അതിന്റെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുക, അത്തരത്തിലുള്ളായിരുന്നു. ഇത് എൻഡ് ടു എൻഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ബട്ട് വെൽഡിങ്ങിലുള്ളത്. അപ്പൊ ബട്ട് വെൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ബട്ട് വെൽഡിംഗിൽ 3 ടൈപ്പ് ഉണ്ട്. അപ്സെറ്റ് ബട്ട് വെൽഡിംഗ് ഉണ്ട്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ഉണ്ട്, പെർക്കഷൻ ബട്ട് വെൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇത് സ്പോട്ട് വെൽഡിങ്ങിനെ പോലെ തന്നെയാണ്, എൻഡ് ടു എൻഡ് ആണെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ബട്ട് വെൽഡിങ്ങിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യേണ്ടുന്ന മെറ്റലുകളാണ്. നേരത്തെ ഇലക്ട്രോഡുകളാണ് നമ്മൾ കൊടുത്തിരുന്നത്. ആ ഇലക്ട്രോഡുകള് ഇപ്പം ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ഇവിടെയും ഇലക്ട്രോഡ് വെച്ചു, റോളർ ടൈപ്പ് ഇലക്ട്രോഡ് വെച്ചു, പിന്നെ പ്രൊജക്ഷനിൽ അത്തരത്തിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ് വെച്ചു. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഇങ്ങനെ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തു, എന്നിട്ട് ഇലക്ട്രോഡ് ഇവിടെ കൊടുക്കുന്നില്ല. ഇലക്ട്രോഡിലല്ല നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അവിടെ നേരത്തെ ഇലക്ട്രോഡിൽ സപ്ലൈ കൊടുത്ത് കറണ്ട് അതിൽ കൂടെ കടത്തി വിടുക. ഇവിടെ അങ്ങനെ ഇലക്ട്രോഡിൽ സപ്ലൈ കൊടുക്കുക അല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ജോയിൻ ചെയ്യേണ്ടുന്ന മെറ്റലുകൾക്ക് ഇടയിലാണ്, ആ 2 മെറ്റലുകളിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് 2 മെറ്റലുകളാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്, ആ മെറ്റലുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബട്ട് വെൽഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൽ ഹീറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൽ ഓർത്ത് വെക്കുക, ബട്ട് വെൽഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്. ബട്ട് വെൽഡിങ് നമ്മൾ പറഞ്ഞു 3 ഉണ്ട്. ഒന്നാമത്തെ ബട്ട് വെൽഡിംഗ് ആണ് അപ്സെറ്റ് ബട്ട് വെൽഡിംഗ്. എന്താണ്
അപ്സെറ്റ് ബട്ട് വെൽഡിംഗ് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്.